പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്താൻ ഇന്നും പ്രതിപക്ഷം ശ്രമിച്ചേക്കും. ബീഹാർ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ പേരിലാകും പ്രതിപക്ഷ നീക്കം. അതേസമയം ചില പ്രധാന ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വന്നേക്കും. 25% താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നയം സഭയിൽ ചർച്ചയായേക്കും. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പതിവ് പോലെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്നും പ്രതിപക്ഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഏതൊക്കെ പ്രധാന ബില്ലുകളായിരിക്കും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരിക? അതോടൊപ്പം മറ്റ് ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാകാനായിരിക്കും സാധ്യത? രോഹിണി, കഴിഞ്ഞ 21-ാം തീയതി ആരംഭിച്ച വർഷകാല സമ്മേളനം തുടരുകയാണ്. ഇന്നിപ്പോൾ 11-ാം ദിവസം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷ ബഹളം സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ബീഹാർ വോട്ടർ പട്ടിക വിഷയം തന്നെയായിരിക്കും ഇന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് സഭാ സമ്മേളനം ചേർന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബീഹാർ വോട്ടർ പട്ടികയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ ആവശ്യപ്രകാരം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയുള്ള 2 ദിവസങ്ങളിൽ രാജ്യസഭയിലും ലോക്സഭയിലും 16 മണിക്കൂർ വീതം നടന്ന ചർച്ചയിൽ മാത്രമാണ് പ്രതിപക്ഷം സഹകരിച്ചത്. ബാക്കി എല്ലാ നടപടികളും തടസ്സപ്പെടുത്തുവാനുള്ള നീക്കമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ വളരെ സുപ്രധാനമായ ഗുഡ് സർവീസസ് ടാക്സ് ബില്ല് അവതരിപ്പിച്ചപ്പോഴും അതേപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് വലിയ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബില്ല് അവതരിപ്പിച്ചപ്പോഴും ഒക്കെ തന്നെ പ്രതിപക്ഷം ബഹളം വെക്കുകയായിരുന്നു. മാത്രമല്ല, ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന് മേൽ ഏർപ്പെടുത്തിയ 25% താരിഫ് സംബന്ധിച്ച് കേന്ദ്ര ഇൻഡസ്ട്രി മിനിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയുണ്ടായി. അപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ബഹളവും പ്രതിഷേധവും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 25% താരിഫ് സംബന്ധിച്ചിട്ടുള്ള ചർച്ച വേണമെന്നുള്ള ആവശ്യം സഭയിൽ ഉയരും. അതിനൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. സമാനമായ ആവശ്യം വീണ്ടും ഇന്നും ഉന്നയിച്ചുകൊണ്ട് സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വളരെ സുപ്രധാനമായ ചില ബില്ലുകൾ, അത് ഈ സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ട അനുബന്ധ ബില്ലുകൾ തന്നെ ഇന്ന് സഭ പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട അനുബന്ധ ബില്ലും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജ്യസഭയിൽ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രസിഡൻഷ്യൽ റൂൾ നീട്ടുവാൻ വേണ്ടിയുള്ള അമിത്ഷായുടെ പ്രമേയവും ഇന്ന് രാജ്യസഭയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രതിപക്ഷ ബഹളം തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യി കിരൺ റിജു വീണ്ടും സഭയിൽ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി, സഭാ സമ്മേളനവുമായി സഹകരിക്കണമെന്ന്. വളരെ സുപ്രധാനമായ ബില്ലുകൾ, ഒപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകേണ്ട സമയമാണ് ഈ മൺസൂൺ സെക്ഷൻ എന്നുള്ളത്. ആ സമയത്ത് പ്രതിപക്ഷം ഇത്തരത്തിൽ സഭ സ്തംഭിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ആ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്ററി കാര്യ വകുപ്പ് കിരൺ റിജു വ്യക്തമാക്കിയത്. അതേസമയം തന്നെ പ്രതിപക്ഷം ഒരു തരത്തിലുള്ള അനുനയത്തിനും തയ്യാറാകുന്നില്ല. നേരത്തെ സർവകക്ഷി യോഗത്തിൽ, ഈ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം ഈ ഓപ്പറേഷൻ സിന്ദൂറും അതേപോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ച സഭയ്ക്കുള്ളിൽ വേണമെന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ചകൾ 16 മണിക്കൂർ വീതം ഇരുസഭകളിലും ചർച്ച നടത്തി. അതേസമയം ബീഹാർ വോട്ടർ പട്ടിക വിഷയം ചർച്ച ചെയ്യുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം പ്രതിപക്ഷം ഇത്തരം പ്രതിഷേധങ്ങളും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.